സംസ്ഥാനത്തെ SIR-ന്റെ മറ്റൊരു ഘട്ടത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ നേരത്തെ നമ്മളൊക്കെ പങ്കുവെച്ച ഉത്കണ്ഠകൾ ഒരു തരത്തിലും പരിഹരിക്കപ്പെടാത്ത സാഹചര്യത്തിലൂടെ കടന്നു പോകുകയാണ്. നോക്കൂ, തിരുവനന്തപുരം ജില്ലയിലെ 3 പ്രാവശ്യം പാർലമെന്റ് അംഗമായിരുന്ന ശ്രീ എ സമ്പത്തിന്റെ വ്യക്തിപരമായ പ്രശ്നം കൂടി ഈ വിഷയത്തിൽ പരിശോധിക്കുമ്പോഴാണ് അദ്ദേഹത്തിന് പോലും വോട്ടർ പട്ടികയിൽ പേര് നിലനിർത്താനായി പാസ്പോർട്ടുമായി നേരിട്ട് വില്ലേജ് ഓഫീസിൽ പങ്കെടുക്കേണ്ടി വന്ന സാഹചര്യം അദ്ദേഹം തന്നെ വ്യക്തമാക്കിയത്. അങ്ങനെയെങ്കിൽ നോക്കൂ, സംസ്ഥാനത്തെ ജനങ്ങൾ ഇന്ത്യക്കാകെ മാതൃകയായി തെരഞ്ഞെടുപ്പിൽ പരമാവധി ആളുകൾ അവരുടെ വോട്ടവകാശം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനത്ത് സാധാരണ ജനങ്ങൾക്ക് തൻ്റെ വോട്ടവകാശം സംരക്ഷിക്കാനായി ഓഫീസുകളിൽ വീണ്ടും വീണ്ടും കയറിറങ്ങേണ്ടി വരുന്നത് വലിയ തലവേദനയാണ് അവർക്കുണ്ടാക്കുന്നത്. അത്തരം സാഹചര്യത്തിൽ തങ്ങളുടെ ഒരു ദിവസത്തെ വേതനം പോലും വീണ്ടും നഷ്ടപ്പെടുത്തുന്ന തരത്തിലേക്ക് സാഹചര്യങ്ങൾ ഉണ്ടാക്കുന്ന ഈ പറയുന്ന ഇലക്ഷൻ കമ്മീഷന്റെ നിലപാടുകൾ ഒന്ന് സാധാരണ ജനങ്ങളെ വല്ലാതെ ഉത്കണ്ഠപ്പെടുത്തുന്നുണ്ട്, വേദനപ്പെടുത്തുന്നുണ്ട്, അവർക്ക് അസൗകര്യങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഇതൊന്നും തിരിച്ചറിയാതെ സംസ്ഥാനത്തെ ജനസംഖ്യ പടിപടിയായി വർദ്ധിക്കുമ്പോൾ ഇപ്പൊ 2024 സംസ്ഥാനത്തിന്റെ ജനസംഖ്യ 3,59,00,000-ലധികമാണെന്നിരിക്കെ ഒരു വശത്ത് ജനസംഖ്യ വർദ്ധിക്കുമ്പോൾ മറുവശത്ത് വോട്ടർമാർ അവരുടെ വോട്ടവകാശങ്ങൾ നഷ്ടപ്പെടുത്തും വിധം പുതിയ പട്ടികയിലൂടെ പുറത്താക്കപ്പെടുന്ന സാഹചര്യം വലിയ ഉത്കണ്ഠ ഉണ്ടാക്കും. അത് കേരളത്തിന്റെ ജനാധിപത്യ പരീക്ഷണത്തിന് വലിയ അട്ടിമറിയാണ്. ചുരുക്കത്തിൽ കേരളത്തിന്റെ ജനാധിപത്യ പരീക്ഷണത്തിൽ വലിയ ഭീഷണിയായി കേരളത്തിന്റെ SIR പരീക്ഷണങ്ങൾ മാറുമ്പോൾ ജനങ്ങളുടെ ഇച്ഛയെയാണ് അട്ടിമറിക്കാൻ, പുറംവാതിലിലൂടെ അട്ടിമറിക്കാൻ SIR-ന്റെ പേരിൽ ഇലക്ഷൻ കമ്മീഷൻ ശ്രമിക്കുന്നത്. അത് കേരളത്തിൽ പോലും തിരുത്തപ്പെടുന്നില്ല എങ്കിൽ അതുണ്ടാക്കുന്ന ആകുലതകൾ വളരെ വലുതായിരിക്കും. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ, രാജ്യത്ത് മാതൃകയായി പ്രവർത്തിക്കുന്ന കേരളത്തിലെ തെരഞ്ഞെടുപ്പ് സംവിധാനത്തിൽ വലിയ ആഘാതങ്ങൾ ഉണ്ടാക്കും വിധം സംസ്ഥാനത്ത് SIR അനാരോഗ്യകരമായി തുടരുമ്പോൾ സംസ്ഥാനത്തെ മൊത്തം വോട്ടർമാരിൽ ഏകദേശം 8.5% ആളുകൾക്ക് വോട്ടവകാശം നഷ്ടപ്പെടുന്ന സാഹചര്യം സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ വലിയ കറുത്ത ദിനങ്ങളാണ് സൃഷ്ടിക്കുന്നത്. ഇതിനെതിരെ കേരളീയ പൊതുസമൂഹം ഒറ്റക്കെട്ടായി പ്രതികരിക്കണം. അത് വൈകുന്നത് നമ്മുടെ ജനാധിപത്യ സംവിധാനത്തെ മൊത്തത്തിൽ അട്ടിമറിക്കാൻ നമ്മൾ കൂട്ടുനിൽക്കുകയാണ് എന്ന് ചരിത്രം വിധി എഴുതേണ്ടി വരും.